Dear students, good morning all. ഇപ്പോൾ നമ്മൾ റിഡംഷൻ ഓഫ് ഡിബഞ്ചേഴ്സിൻ്റെ 4 മെത്തേഡ് ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഓക്കെ, ഇനി നമ്മൾ 5th മെത്തേഡാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ദാറ്റ് മീൻസ് റിഡംഷൻ ഓഫ് ഡിബഞ്ചേഴ്സ് ബൈ പർച്ചേസ് ഓഫ് ഓൺ ഡിബഞ്ചേഴ്സ് ഫ്രം ഓപ്പൺ മാർക്കറ്റ്. റിഡംഷൻ ഓഫ് ഡിബഞ്ചേഴ്സ് ബൈ പർച്ചേസ് ഓഫ് ഓൺ ഡിബഞ്ചേഴ്സ് ഫ്രം ഓപ്പൺ മാർക്കറ്റ്. അപ്പോൾ ആ വേർഡ് തന്നെ ഉണ്ട് അതിൻ്റെ മീനിങ്. അതായത് കമ്പനി ഒരു തവണ ഇഷ്യൂ ചെയ്തിട്ടുള്ള ഡിബഞ്ചർ ഓപ്പൺ മാർക്കറ്റിൽ നിന്ന് നേരത്തെ കമ്പനി ഇഷ്യൂ ചെയ്ത റേറ്റിനേക്കാളും കുറച്ചിട്ടോ അല്ലെങ്കിൽ അതിനേക്കാൾ കൂടുതൽ വാല്യൂവിലോ ഓപ്പൺ മാർക്കറ്റിൽ നിന്ന് പർച്ചേസ് ചെയ്തുകൊണ്ട് ലാബിലിറ്റി ക്യാൻസൽ ചെയ്യുന്നു. നമുക്കറിയാം, ഒരു ഡിബഞ്ചർ ഇഷ്യൂ ചെയ്ത് കഴിഞ്ഞാൽ ഓൾറെഡി കമ്പനിക്ക് ലാബിലിറ്റി കൂടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ആ ലാബിലിറ്റി എപ്പോഴാണ് എൻഡ് ചെയ്യാന്ന് ചോദിച്ചാൽ ആ ഡിബഞ്ചർ റെഡീം ചെയ്യുന്ന സമയത്താണ് അതിൻ്റെ ലാബിലിറ്റീൻ്റെ വോളിയം കുറഞ്ഞു വരുന്നത്. അപ്പോൾ ഇവിടെ ഓപ്പൺ മാർക്കറ്റിൽ നിന്ന് ഡ്യൂ ഡേറ്റ് ആവുന്നതിൻ്റെ മുമ്പ് തന്നെ കമ്പനി എന്ത് ചെയ്യുന്നു? പർച്ചേസ് ചെയ്യുന്നു. ഏത് ഡിബഞ്ചറാണ് പർച്ചേസ് ചെയ്യുന്നത്? കമ്പനി ഇഷ്യൂ ചെയ്തിട്ടുള്ള അവരിൻ്റെ ഓൺ ഡിബഞ്ചേഴ്സ് ഓപ്പൺ മാർക്കറ്റിൽ നിന്ന് പർച്ചേസ് ചെയ്യുന്നു. അപ്പോൾ ഇങ്ങനെ പർച്ചേസ് ചെയ്താൽ കമ്പനിക്കുള്ള ബെനിഫിറ്റ് എന്താ? ഒന്ന്, കമ്പനീൻ്റെ ലാബിലിറ്റീൻ്റെ വോളിയം നേരത്തെ പ്ലാൻ ചെയ്തതിനേക്കാളും മുമ്പായിട്ട് റെഡ്യൂസ് ചെയ്യാൻ വേണ്ടി സാധിക്കും. രണ്ടാമത്തെ എന്താണ്? ഇൻട്രസ്റ്റ്. ഇപ്പോൾ ഡിബഞ്ചർ ഹോൾഡേഴ്സിന് ഇൻട്രസ്റ്റ് കൊടുക്കണമല്ലോ. അപ്പോൾ ആ ഇൻട്രസ്റ്റ് കൊടുക്കുന്നതിൻ്റെ വോളിയം റെഡ്യൂസ് ചെയ്യുകയും ചെയ്യും. ദെൻ കമ്പനി പ്ലാൻ ചെയ്തിട്ടുള്ള എമൗണ്ടിനേക്കാളും കുറഞ്ഞ എമൗണ്ടിലാണ് പർച്ചേസ് ചെയ്യുന്നതെങ്കിൽ കമ്പനിക്ക് പ്രോഫിറ്റും ജനറേറ്റ് ചെയ്യും. അപ്പോൾ പ്രോഫിറ്റ് ഒരു ഭാഗത്ത് ഇൻക്രീസ് ചെയ്യും, ഇൻട്രസ്റ്റ് പേയ്മെന്റ് കൊടുക്കുന്നതിന് അളവ് കുറയുന്നു. ദെൻ ലാബിലിറ്റി പ്രീ പ്ലാൻ ചെയ്ത ഡേറ്റിനേക്കാളും മുമ്പേ ക്യാൻസൽ ചെയ്തു പോവുകയും ചെയ്യുന്നു. ഇങ്ങനെ ഓപ്പൺ മാർക്കറ്റിൽ നിന്നും ഡിബഞ്ചർ വാങ്ങുന്നത് കൊണ്ട്. ഇനി 2 പർപ്പസിന് വേണ്ടിയിട്ടാണ് കമ്പനീസ് ഈ ഓപ്പൺ മാർക്കറ്റിൽ നിന്നും ഹിസ് ഓൺ ഡിബഞ്ചേഴ്സ് പർച്ചേസ് ചെയ്യുന്നത്. അതായത് അവരിൻ്റെതായ ഡിബഞ്ചർ ഓപ്പൺ മാർക്കറ്റിൽ നിന്ന് കമ്പനി വാങ്ങിക്കുന്നതിൻ്റെ 2 പർപ്പസ് ആണ് ഉള്ളത്. ഒന്ന് എന്താണ്? ഇമ്മീഡിയറ്റ് ക്യാൻസലേഷൻ. ഇപ്പം നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. അതായത് നമ്മൾ ഓൺ ഡിബഞ്ചേഴ്സ് ഓപ്പൺ മാർക്കറ്റിൽ നിന്ന് വാങ്ങിക്കഴിഞ്ഞാൽ ഇൻട്രസ്റ്റ് കൊടുക്കുന്നതിൻ്റെ വോളിയം കുറയുന്നു. പ്രോഫിറ്റിനാണ് വാങ്ങുന്നതെങ്കിൽ കമ്പനിക്ക് ഹ്യൂജ് പ്രോഫിറ്റബിലിറ്റി ഉണ്ടാവും. അതുപോലെ ലാബിലിറ്റി കുറയുന്നു. അപ്പോൾ അത് വാങ്ങുന്നതോട് കൂടി ആ ഒരു ലാബിലിറ്റി എൻഡ് ചെയ്യുന്നതാണ് ഇമ്മീഡിയറ്റ് ക്യാൻസലേഷൻ എന്ന് പറയുന്നത്. രണ്ടാമത്തെ പർപ്പസ് എന്താണ്? ഫോർ ഇൻവെസ്റ്റ്മെന്റ്. ഇൻവെസ്റ്റ്മെന്റിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നു? കമ്പനി ഓൺ ഡിബഞ്ചേഴ്സ് പർച്ചേസ് ചെയ്യുന്നു. ഇവിടെ ഉണ്ടാകുന്ന ഒരു പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ, ഇമ്മീഡിയറ്റ് ക്യാൻസലേഷന് വേണ്ടിയിട്ടാണ് കമ്പനി ഓൺ ഡിബഞ്ചേഴ്സ് ഓപ്പൺ മാർക്കറ്റിൽ നിന്നും പർച്ചേസ് ചെയ്യുന്നതെങ്കിൽ ആ ഡിബഞ്ചർ യാതൊരു കാരണവശാലും റീ ഇഷ്യൂ ചെയ്യാൻ പാടുള്ളതല്ല. ഓൺ ഡിബഞ്ചേഴ്സ് ഓപ്പൺ മാർക്കറ്റിൽ നിന്നും പർച്ചേസ് ചെയ്യുന്നതിന് 2 പർപ്പസ് ആണെന്ന് നമ്മൾ പറഞ്ഞു. ഒന്ന് ഇമ്മീഡിയറ്റ് ക്യാൻസലേഷനും രണ്ടാമത്തത് ഇൻവെസ്റ്റ്മെന്റും. അപ്പോൾ ഇമ്മീഡിയറ്റ് ക്യാൻസലേഷൻ പർപ്പസിലാണ് കമ്പനി ഓൺ ഡിബഞ്ചേഴ്സ് ഓപ്പൺ മാർക്കറ്റിൽ നിന്നും പർച്ചേസ് ചെയ്യുന്നതെങ്കിൽ ആ തിരിച്ചു വാങ്ങിയിട്ടുള്ള ഡിബഞ്ചർ റീ ഇഷ്യൂ ചെയ്യുവാൻ കമ്പനിക്ക് എന്തില്ല? റൈറ്റ് ഇല്ല. അതേസമയം ഇൻവെസ്റ്റ്മെന്റ് പർപ്പസിനാണ് കമ്പനി ഓൺ ഡിബഞ്ചേഴ്സ് ഓപ്പൺ മാർക്കറ്റിൽ നിന്ന് പർച്ചേസ് ചെയ്തതെങ്കിൽ കമ്പനിക്ക് ഒരു പെർട്ടിക്കുലർ പീരിയഡ് വരുമ്പോൾ എന്ത് ചെയ്യാം? ഇത് റീ ഇഷ്യൂ ചെയ്യാം. ക്ലിയർ ആണല്ലോ? അപ്പോൾ 2 പർപ്പസ്. ഈ 2 പർപ്പസും ചെയ്യുന്നത് കൊണ്ടുള്ള ബെനിഫിറ്റ് എന്താണ് കമ്പനിക്ക് ഉള്ളത്? അപ്പൊ നമുക്ക് നോക്കാം. ദാറ്റ് മീൻസ് ഓൺ ഡിബഞ്ചേഴ്സ് എന്ത് ചെയ്യുന്നു? പർച്ചേസ് ചെയ്യുന്നു ഓപ്പൺ മാർക്കറ്റിൽ നിന്ന്. സോ 5th മെത്തേഡ്, redemption of debenture by purchase of on debentures from open market. ഇത് ചെയ്യുന്നത് 2 പർപ്പസിന് വേണ്ടിയിട്ടാണ്. അതായത് നമ്മൾ പറഞ്ഞു, എന്താണ് ഓപ്പൺ മാർക്കറ്റിൽ നിന്നും ഓൺ ഡിബഞ്ചേഴ്സ് വാങ്ങിക്കുക എന്ന് പറഞ്ഞാൽ കമ്പനി ഒരു തവണ ഇഷ്യൂ ചെയ്തിട്ടുള്ള ഡിബഞ്ചർ ഓപ്പൺ മാർക്കറ്റിൽ ട്രാൻസാക്ട് ചെയ്തു ഇരിക്കുമ്പോൾ ആ ഓപ്പൺ മാർക്കറ്റിൽ നിന്നും
കമ്പനി ഇഷ്യൂ ചെയ്തത് നോമിനൽ വാല്യൂവിനാവാം, പ്രീമിയത്തിനാവാം. അപ്പോൾ ആ പ്രീമിയത്തിനേക്കാൾ കുറഞ്ഞ വാല്യൂവിൽ വാങ്ങുകയാണെങ്കിൽ കമ്പനിക്ക് പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യും. നോമിനൽ വാല്യൂ തന്നെ വാങ്ങുകയാണെങ്കിൽ കമ്പനിക്ക് പ്രോഫിറ്റ് ഒന്നും ജനറേറ്റ് ചെയ്യൂല. ദെൻ ലെസ് ദാൻ നോമിനൽ വാല്യൂവിലാണെങ്കിൽ വീണ്ടും കമ്പനിക്ക് എന്ത് ചെയ്യും? പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യും. അപ്പോൾ ആ പറയുന്ന ഒരു പ്രൊസീജിയർ ആണ് ഇവിടെ ഇംപ്ലിമെന്റ് ചെയ്യുന്നത്. ഇത് രണ്ട് പർപ്പസിന് വേണ്ടിയിട്ടാണ്. രണ്ട് പർപ്പസ് ആണ് എന്തുള്ളത്? ഈ ഇമ്മീഡിയറ്റ് ഈ ഓപ്പൺ മാർക്കറ്റിൽ നിന്ന് പർച്ചേസ് ചെയ്യുന്നതുകൊണ്ട് കമ്പനിക്കുള്ളത് ഏതൊക്കെയാ? ഒന്ന്, ഇമ്മീഡിയറ്റ് ക്യാൻസലേഷൻ. ഇമ്മീഡിയറ്റ് ക്യാൻസലേഷൻ. രണ്ടാമത്തത് എന്താ? ഫോർ ഇൻവെസ്റ്റ്മെന്റ്. ഫോർ ഇൻവെസ്റ്റ്മെന്റ്. വളരെ സിമ്പിൾ ആണ്. അതായത് ഓപ്പൺ മാർക്കറ്റിൽ നിന്ന് കമ്പനി എന്ത് ചെയ്യുന്നു? അവരിന്റെ ഡിബഞ്ചർ വാങ്ങിക്കുന്നു, തിരിച്ചു വാങ്ങിക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ അങ്ങനെ വാങ്ങിക്കുന്ന സമയം കമ്പനി ലെസ് ദാൻ നോമിനൽ വാല്യൂലാണെങ്കിൽ കമ്പനിക്ക് പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യും. ദെൻ പ്രീമിയത്തിലാണ് മോർ ദാൻ നോമിനൽ വാല്യൂലാണെങ്കിൽ കമ്പനിക്ക് ലോസും ക്രിയേറ്റ് ചെയ്യും. ഓക്കെ. ദെൻ പാർ വാല്യൂലാണ് വാങ്ങുന്നതെങ്കിൽ അവിടെ പ്രോഫിറ്റും ഇല്ല, ലോസും ഇല്ല. ദെൻ ഇനി ലെസ് ദാൻ നോമിനൽ വാല്യൂലാണ് കമ്പനി ഈ ഒരു സിറ്റുവേഷനിൽ, ദാറ്റ് മീൻസ് ഇമ്മീഡിയറ്റ് ക്യാൻസലേഷൻ എന്ന് പറയുന്ന ഓപ്ഷനില് കമ്പനി ലെസ് ദാൻ നോമിനൽ വാല്യൂലാണ് വാങ്ങുന്നതെങ്കിൽ, അതായത് ലെസ് ദാൻ നോമിനൽ വാല്യൂല് വാങ്ങുക എന്ന് പറഞ്ഞാൽ ഡിസ്കൗണ്ടിൽ കമ്പനി എന്ത് ചെയ്യുന്നു? ഓപ്പൺ മാർക്കറ്റിൽ വാങ്ങിക്കുകയാണ്. ഇങ്ങനെ ഓപ്പൺ മാർക്കറ്റിൽ വാങ്ങിക്കുന്ന സമയം കമ്പനിക്ക് എന്തുണ്ടാവും? പ്രോഫിറ്റ് ഉണ്ടാവും. എന്ന് പറഞ്ഞാൽ എന്താ പറഞ്ഞു വരുന്നത്? 100 രൂപ ഫേസ് വാല്യൂ ഉള്ള ഒരു ഡിബഞ്ചർ ഓപ്പൺ മാർക്കറ്റിൽ നിന്ന് 80 രൂപക്ക് നമ്മൾ പർച്ചേസ് ചെയ്യുന്നു. അപ്പൊ ഇവിടെ കിട്ടിയിട്ടുള്ള 20 റുപ്പീസ് ആണ് ഇവിടുത്തെ ഡിസ്കൗണ്ട് എന്ന് പറയുന്നത്. ഇതാണ് കമ്പനിയുടെ പ്രോഫിറ്റ്. ഇങ്ങനെ ഈ ഡിബഞ്ചർ ഓപ്പൺ മാർക്കറ്റിൽ നിന്ന് പർച്ചേസ് ചെയ്യണമെങ്കിൽ കമ്പനിക്ക് ഏതൊക്കെ ഓപ്ഷൻസ് യൂസ് ചെയ്യാം? ഒന്ന്, സിങ്കിങ് ഫണ്ട് യൂസ് ചെയ്യാം. നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് എന്താണ് സിങ്കിങ് ഫണ്ട് എന്ന് പറഞ്ഞാൽ. പ്രോഫിറ്റിന്റെ ഒരു പോർഷൻ എടുത്തുകൊണ്ട് കമ്പനി ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഒരു സം എമൗണ്ട് ആണ് സിങ്കിങ് ഫണ്ട് എന്ന് പറയുന്നത്. അപ്പോൾ സിങ്കിങ് ഫണ്ട് എന്ന് പറയുന്ന സോഴ്സ് ഉപയോഗിക്കാം കമ്പനിക്ക് ഈ ഒരു ഡിബഞ്ചർ ഓപ്പൺ മാർക്കറ്റിന് പർച്ചേസ് ചെയ്യുമ്പോൾ. രണ്ടാമത്തെ ഓപ്ഷന് പ്രോഫിറ്റ് ഓർ ലോസ് അക്കൗണ്ടിലെ പ്രോഫിറ്റ് യൂസ് ചെയ്യാം. കമ്പനീന്റെ പ്രീവിയസ് ഇയർ ഉണ്ടാക്കിയിട്ടുള്ള പ്രോഫിറ്റ് യൂട്ടിലൈസ് ചെയ്തുകൊണ്ട് എന്ത് ചെയ്യാം? അതായത് മീൻസ് ഔട്ട് ഓഫ് പ്രോഫിറ്റ്, ദെൻ ഔട്ട് ഓഫ് സിങ്കിങ് ഫണ്ട്. മൂന്നാമത്തെ ഓപ്ഷൻ എന്താ? ഔട്ട് ഓഫ് ക്യാപിറ്റൽ. അപ്പൊ ക്യാപിറ്റൽ ഉപയോഗിച്ചുകൊണ്ട് പർച്ചേസ് ചെയ്യാം, പ്രോഫിറ്റ് ഉപയോഗിച്ചുകൊണ്ട് പർച്ചേസ് ചെയ്യാം, സിങ്കിങ് ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് പർച്ചേസ് ചെയ്യാം. ക്ലിയർ? ഇത് പറഞ്ഞ എന്തിനാന്ന് ചോദിച്ചാല് ഇങ്ങനെ ലെസ് ദാൻ നോമിനൽ വാല്യൂല് അഥവാ ഡിസ്കൗണ്ടിലാണ് പർച്ചേസ് ചെയ്തതെങ്കിൽ കമ്പനിക്ക് പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യും. ഈ പ്രോഫിറ്റ് എമൗണ്ട് എവിടേക്കാണ് ട്രാൻസ്ഫർ ചെയ്യേണ്ടത്? അപ്പോൾ സിങ്കിങ് ഫണ്ടിൽ നിന്നാണ് നമ്മൾ ഫണ്ട് ഉപയോഗിച്ചത്. ഈ ഒരു പർച്ചേസ് പർപ്പസിന് വേണ്ടി ഫണ്ട് കളക്ട് ചെയ്തിട്ടുള്ളത് സിങ്കിങ് ഫണ്ടിൽ നിന്നാണെങ്കിൽ ഈ എമൗണ്ട് എവിടേക്കാണ് ട്രാൻസ്ഫർ ചെയ്യേണ്ടത്? സിങ്കിങ് ഫണ്ടിലേക്കാണ് ട്രാൻസ്ഫർ ചെയ്യേണ്ടത്. ദാറ്റ് മീൻസ് പ്രോഫിറ്റ് ഓൺ പർച്ചേസ് ഓഫ് ഡിബഞ്ചേഴ്സ് അക്കൗണ്ട് ഡെറ്റർ ടു സിങ്കിങ് ഫണ്ട് അക്കൗണ്ട്. അപ്പൊ ഏത് സോഴ്സിൽ നിന്നാണോ ഫണ്ട് യൂട്ടിലൈസ് ചെയ്തത് എന്നുള്ളതാണ് ചെക്ക് ചെയ്യേണ്ടത്. അതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ആ പ്രോഫിറ്റ് ട്രാൻസ്ഫർ ചെയ്യുക. ഇപ്പൊ ഔട്ട് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലെ പ്രോഫിറ്റ് യൂട്ടിലൈസ് ചെയ്തിട്ടാണ് നമ്മൾ പർച്ചേസ് ചെയ്തതെങ്കിൽ എന്ത് ചെയ്യണം? ക്യാപിറ്റൽ റിസർവിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണം. ക്ലിയർ? അപ്പോൾ സിങ്കിങ് ഫണ്ടിൽ നിന്ന് ഫണ്ട് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഈ ഓപ്പൺ മാർക്കറ്റിൽ നിന്ന് ഡിബഞ്ചർ ഇമ്മീഡിയറ്റ് ക്യാൻസലേഷൻ എന്ന ഓപ്ഷനിൽ പർച്ചേസ് ചെയ്തതെങ്കിൽ അതിലുണ്ടായിട്ടുള്ള പ്രോഫിറ്റ് അഥവാ എക്സസ് ആയി കിട്ടിയിട്ടുള്ള ഫണ്ട് സിങ്കിങ് ഫണ്ട് അക്കൗണ്ടിലേക്കാണ് ട്രാൻസ്ഫർ ചെയ്യേണ്ടത്. എന്താ ചെയ്യേണ്ടി വരിക? പ്രോഫിറ്റ് ഓൺ പർച്ചേസ് ഓഫ് ഡിബഞ്ചേഴ്സ് ഓർ പ്രോഫിറ്റ് ഓൺ റിഡംഷൻ ഓഫ് ഡിബഞ്ചേഴ്സ് ടു സിങ്കിങ് ഫണ്ട് അക്കൗണ്ട്. ക്ലിയർ? ദെൻ പ്രോഫിറ്റ് ഔട്ട് ഓഫ് പ്രോഫിറ്റ് യൂട്ടിലൈസ് ചെയ്തിട്ടാണ് ഇങ്ങനെ ഒരു പർച്ചേസ് പ്രോസസ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തതെങ്കിൽ എന്ത് ചെയ്യണം? ക്യാപിറ്റൽ റിസർവിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണം. ഡിബഞ്ചർ എന്ന് പറഞ്ഞാൽ ക്യാപിറ്റൽ ആണല്ലോ, ഷെയർ ക്യാപിറ്റൽ ആണ്, ഡിബഞ്ചർ ക്യാപിറ്റൽ ആണ്. അപ്പോൾ ഈ പറയുന്ന ക്യാപിറ്റൽ റിസർവിലേക്കാണ് എന്ത് ചെയ്യേണ്ടത്? ഇതിൽ നിന്നുള്ള പ്രോഫിറ്റ് നമ്മൾ ട്രാൻസ്ഫർ ചെയ്യേണ്ടത്. അപ്പൊ എന്താ ചെയ്യാൻ വരിക? പ്രോഫിറ്റ് ഓൺ പർച്ചേസ് ഓഫ് ഡിബഞ്ചർ അക്കൗണ്ട് ഡെറ്റർ അല്ലെങ്കിൽ then profit on redemption of debenture account debtor to capital reserve. Okay?
അപ്പോൾ ഇതിനനുസരിച്ച് പിന്നെ ക്യാപിറ്റൽ യൂട്ടിലൈസ് ചെയ്തുകൊണ്ട് സാധാരണഗതിയിൽ അങ്ങനെ ഉണ്ടാവാറില്ല. ഒരു 25% എന്ത് ചെയ്യുന്നു, നമ്മൾ പ്രോഫിറ്റിന്റെ ഭാഗമായിട്ടാണ് എടുക്കുക. 75% ഉണ്ടാവാറുള്ളൂ. ഇതിന് അങ്ങനെ ഒരു ട്രീറ്റ്മെന്റ് സാധാരണഗതിയിൽ വരാറില്ല. ഇത് വരാതിരിക്കാനുള്ള കാരണം എന്താണ്? ഈ ക്യാപിറ്റൽ യൂട്ടിലൈസ് ചെയ്തുകൊണ്ട് നമ്മൾ ചെയ്താൽ കമ്പനീന്റെ വർക്കിംഗ് ക്യാപിറ്റലിന്റെ വോളിയം കുറഞ്ഞു പോകും. അല്ലേ? ഇനി ഇതിന്റെ അക്കൗണ്ടിങ് ട്രീറ്റ്മെന്റ് എങ്ങനെയാണ് കംപ്ലീറ്റ് ചെയ്യാന്ന് ചോദിച്ചാൽ ഒന്നും ചെയ്യാനില്ല. നമ്മൾ നേരത്തെ പഠിച്ച പോലെ തന്നെ എത്ര ഡിബഞ്ചർ ആണോ നമ്മൾ റിഡീം ചെയ്യുന്നത് ആ ഡിബഞ്ചറിന്റെ, അതായത് ഇഷ്യൂ ചെയ്തിട്ടുള്ള ഡിബഞ്ചറിന്റെ നോമിനൽ വാല്യൂവിന്റെ 25% DRR ക്രിയേറ്റ് ചെയ്യണം. 25% നമ്മൾ നേരത്തെ പഠിച്ചു വെച്ചിട്ടുള്ള DRR ക്രിയേറ്റ് ചെയ്യണം. ഇനി പർച്ചേസ് ചെയ്യുന്നത് എത്ര എണ്ണം ഡിബഞ്ചർ ആണോ ആ ഡിബഞ്ചറിന്റെ നോമിനൽ വാല്യൂവിനെ അനുസരിച്ച് കൊണ്ട് എന്ത് ചെയ്യണം, ഇൻവെസ്റ്റ്മെന്റും നടത്തണം. ദാറ്റ് മീൻസ് അതിന്റെ 15% നമ്മൾ പഠിച്ചതാ. DRR ക്രിയേറ്റ് ചെയ്യുന്നു, അതുപോലെ DRR ഇൻവെസ്റ്റ്മെന്റ് ഉണ്ടാക്കുന്നു. ഇവിടെ ശ്രദ്ധിക്കേണ്ടത് 25% DRR ക്രിയേറ്റ് ചെയ്യുന്നത് കമ്പനീന്റെ ഒറിജിനൽ നോമിനൽ വാല്യൂ ഓഫ് ഡിബഞ്ചറിനാണ്. അതേസമയം DRR ഇൻവെസ്റ്റ്മെന്റ് നടത്തുന്നത് കമ്പനി 15% ആണ്. ഈ പെർസെൻറ്റേജിന് മാറ്റമില്ല. പക്ഷേ നമ്മൾ ഓപ്പൺ മാർക്കറ്റിൽ നിന്നും പർച്ചേസ് ചെയ്യുന്നത് എത്ര ഡിബഞ്ചർ ആണോ അതിന്റെ നോമിനൽ വാല്യൂവിന്, ഇഷ്യൂ ചെയ്യുന്നതും പർച്ചേസ് ചെയ്യുന്നതും തമ്മിൽ വ്യത്യാസം ഉണ്ടാവും. അപ്പോൾ പർച്ചേസ് ചെയ്യുന്ന ഡിബഞ്ചറിന്റെ നോമിനൽ വാല്യൂവിന്റെ 15% ആണ് ഇൻവെസ്റ്റ്മെന്റ് നടത്തേണ്ടത്. ക്ലിയർ? ദെൻ പിന്നെ പർച്ചേസ് ചെയ്യുമ്പോഴുള്ള ജേണൽ എൻട്രി എന്താ? പർച്ചേസ് ചെയ്യുമ്പോൾ ജേണൽ എൻട്രി ഉണ്ടാവുക ഡിബഞ്ചർ അക്കൗണ്ട് ഡെറ്റർ, അതായത് ഡിബഞ്ചറിന്റെ വോളിയം കൂടുകയാണല്ലോ ചെയ്യുന്നത്. അപ്പൊ ഡിബഞ്ചറിനെ നമ്മൾ ഡെബിറ്റ് ചെയ്യുന്നു. ദെൻ ടു ബാങ്ക് ആണല്ലോ, ക്യാഷ് കൊടുക്കണമല്ലോ നമ്മൾ. അപ്പോൾ ഡിബഞ്ചർ അക്കൗണ്ടിനെ ഡിബഞ്ചർ അക്കൗണ്ട്, അതായത് ഇമ്മീഡിയറ്റ് ക്യാൻസലേഷൻ പർപ്പസിന് വേണ്ടി നമ്മൾ എന്ത് ചെയ്യുന്നു, ഡിബഞ്ചർ വാങ്ങിക്കുന്നു. അപ്പോൾ ഡിബഞ്ചർ വാങ്ങിക്കുമ്പോൾ ഒറ്റ ജേണൽ എൻട്രി ഉള്ളൂ. അതായത് അത് പാറിനാണ് വാങ്ങുന്നതെങ്കിൽ, അതായത് നോമിനൽ വാല്യൂവിനാണ് വാങ്ങുന്നതെങ്കിൽ, അതായത് അതിന്റെ ഒറിജിനൽ ഫേസ് വാല്യൂവിനാണ് നമ്മൾ വാങ്ങുന്നത് എങ്കിൽ നമുക്ക് ഒറ്റ ജേണൽ എൻട്രി മാത്രമേ നമുക്ക് റൈറ്റ് ചെയ്യാനുണ്ടാവുള്ളൂ. എന്താ ജേണൽ എൻട്രി ഉണ്ടാവുക? ദാറ്റ് മീൻസ് ഡിബഞ്ചർ അക്കൗണ്ട് ഡെറ്റർ ടു ബാങ്ക്. ഈ ഒറ്റ ജേണൽ എൻട്രി എഴുതാനുള്ളൂ. അതായത് ഡിബഞ്ചർ നമ്മൾ വാങ്ങിച്ചു, നമ്മുടെ കയ്യിൽ നിന്നും ക്യാഷ് പോയി. ഓപ്പൺ മാർക്കറ്റിന് ഡിബഞ്ചർ വാങ്ങിച്ചു, ആ ഡിബഞ്ചറിന് ഈക്വൽ ആയിട്ടുള്ള ക്യാഷ് നമ്മൾ അതിന്റെ ഡിബഞ്ചർ ഹോൾഡേഴ്സ് ആരാണോ അവർക്ക് കൊടുത്തു. ഇത് പാറിന് വാങ്ങുകയാണെങ്കിൽ, അതായത് ഓപ്പൺ മാർക്കറ്റിന് പാറിൽ അല്ലെങ്കിൽ ഫേസ് വാല്യൂവിലും അല്ലെങ്കിൽ നോമിനൽ വാല്യൂവിലാണ് നമ്മളിത് വാങ്ങുന്നതെങ്കിൽ, ഇനി ഇത് ലെസ് ദാൻ നോമിനൽ വാല്യൂവിലാണ് വാങ്ങുന്നതെങ്കിലോ എന്താ ജേണൽ ഉണ്ടാവുക? ലെസ് ദാൻ നോമിനൽ വാല്യൂവിലാണ് വാങ്ങുന്നതെങ്കിൽ ഡിബഞ്ചർ അക്കൗണ്ട് ഡെറ്റർ നോ ചേഞ്ച്, അതായത് ലെസ് ദാൻ നോമിനൽ വാല്യൂ, ദാറ്റ് മീൻസ് അറ്റ് ഡിസ്കൗണ്ട്. ഡിസ്കൗണ്ടിലാണ് വാങ്ങുന്നതെങ്കിൽ അപ്പോൾ എന്തായി? ഡിബഞ്ചർ അക്കൗണ്ട് ഡെറ്റർ ടു ബാങ്ക്. ദെൻ അഗെയിൻ എന്തുണ്ടാവും? പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യുമല്ലോ. അപ്പൊ നമ്മളിവിടെ എന്ത് ചെയ്യുന്നു? പ്രോഫിറ്റ് ഓൺ പർച്ചേസ് ഓഫ് ഡിബഞ്ചർ, അതും കൂടി എന്ത് ചെയ്യാം? ക്രെഡിറ്റ് ചെയ്ത് കൊടുക്കുക. അപ്പൊ ഡിബഞ്ചർ അക്കൗണ്ട് ഡെറ്റർ ടു ബാങ്ക് ടു പ്രോഫിറ്റ് ഓൺ പർച്ചേസ് ഓഫ് ഡിബഞ്ചേഴ്സ്. ക്ലിയർ? ഇത് ഏത് കേസിലാണ്? ലെസ് ദാൻ നോമിനൽ വാല്യൂ, ഡിസ്കൗണ്ടിനാണ് വാങ്ങുന്നത്. ഇനി ഇതന്നെ പ്രീമിയത്തിന് വാങ്ങിക്കാം. ഇതേ സാധനം നമ്മൾ എന്ത് ചെയ്യുന്നു? പ്രീമിയത്തിന് പർച്ചേസ് ചെയ്യുന്നു. അപ്പോൾ വാട്ട് ഈസ് ദ ജേണൽ എൻട്രി? ഓക്കെ, പ്രീമിയത്തിന് പർച്ചേസ് ചെയ്യുന്നു. അപ്പോൾ പ്രീമിയത്തിനാണ് നമ്മൾ പർച്ചേസ് ചെയ്യുന്നതെങ്കിൽ കമ്പനിക്ക് എന്തുണ്ടാവും? ലോസ് ഉണ്ടാവും. ഓക്കെ, അപ്പോൾ ഇവിടെ എന്ത് ചെയ്യണം? ലോസ് ഓൺ പർച്ചേസ് ഓഫ് ഡിബഞ്ചർ അക്കൗണ്ട് ഡെറ്റർ. അപ്പോൾ ഇവിടെ പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യില്ലല്ലോ. പ്രോഫിറ്റ് ഉണ്ടാവുമോ? ഉണ്ടാവില്ല. ദാറ്റ് മീൻസ് ലോസ് ഓൺ പർച്ചേസ് ഓഫ് journal entry debenture account debtor loss on purchase of debenture account debtor to bank. അപ്പോൾ ബേസിക് ആയിട്ട് എന്തേ ഉള്ളൂ? ഡിബഞ്ചർ അക്കൗണ്ട് ഡെറ്റർ ടു ബാങ്ക്.
അപ്പോൾ ഡിസ്കൗണ്ടഡ് ആവുമ്പോൾ ഡിബഞ്ചർ അക്കൗണ്ട് ഡെറ്റർ ടു ബാങ്ക് ടു പ്രോഫിറ്റ് ഓൺ പർച്ചേസ് ഓഫ് ഡിബഞ്ചർ. പ്രീമിയത്തിലാവുമ്പോൾ ഡിബഞ്ചർ അക്കൗണ്ട് ഡെറ്റർ ലോസ് ഓൺ പർച്ചേസ് ഓഫ് ഡിബഞ്ചർ അക്കൗണ്ട് ഡെറ്റർ ടു ബാങ്ക്. അല്ലേ? അപ്പൊ ഇത്രയും ഇതിൽ ചെയ്യേണ്ടതുള്ളൂ. ഇനി വേറൊരു കേസസ് വരുന്നത് എന്താ ചോദിച്ചാൽ, റെഡീം ചെയ്യുന്നത് പ്രീമിയത്തിനാണ്, ദെൻ പർച്ചേസ് ചെയ്യുന്നത് ഡിസ്കൗണ്ടിനാണ്. ക്ലിയർ ആണല്ലോ? അപ്പൊ അങ്ങനെ ഓപ്ഷൻസ് ഉണ്ടാവും. അതായത് നമ്മൾ പ്രീ പ്ലാൻ ചെയ്തിട്ടുള്ളത്, നേരത്തെ കമ്പനി ഇഷ്യൂ ചെയ്തിട്ടുള്ളത്, അത് റെഡീം ചെയ്യുന്നത് പ്രീമിയത്തിലാണ്. പക്ഷെ ഓപ്പൺ മാർക്കറ്റിൽ നിന്നും പർച്ചേസ് ചെയ്യുന്നത് ഡിസ്കൗണ്ടിലാണ്. അല്ലേ? ഇതൊരു പെർട്ടിക്കുലർ കേസ് ആണ്. അതായത് കമ്പനി റെഡീം ചെയ്യാൻ നേരത്തെ പ്ലാൻ ചെയ്തിരുന്നത് പ്രീമിയത്തിലാണ്, റെഡീമബിൾ അറ്റ് പ്രീമിയം. ബട്ട് ഓപ്പൺ മാർക്കറ്റിൽ നിന്നും ഇപ്പോൾ അത് പർച്ചേസ് ചെയ്യുന്നത് ലെസ് ദാൻ നോമിനൽ വാല്യൂലാണ്, ഡിസ്കൗണ്ടിലാണ്. അപ്പോൾ വാട്ട് ഈസ് ദ ജേണൽ എൻട്രി? എന്താ ജേണൽ എൻട്രി ഉണ്ടാവുക? സോ ഡിബഞ്ചർ account debtor, then premium on redemption of debenture account debtor to bank to profit on purchase of debenture. Clear? That means debenture account in a debit nominal value. Then premium on redemption of debenture. ഇവിടെ redeem ചെയ്യുന്നത് പ്രീമിയത്തിലാണെന്ന് പറഞ്ഞു. ആ എമൗണ്ട് ഇവിടെ ട്രീറ്റ് ചെയ്തു. Then to ബാങ്കിലേക്ക് കൊടുക്കണം. Then അതായത് ബാങ്കിലേക്ക് കൊടുക്കുന്നു എന്ന് പറഞ്ഞാൽ ഡിബഞ്ചർ ഹോൾഡേഴ്സ് ആരാണോ അവർക്ക് ഫണ്ട് കൊടുക്കുന്നു. Then profit on purchase of debentures. ഡിസ്കൗണ്ടിന് പർച്ചേസ് ചെയ്തുകൊണ്ട് ഒരു പ്രോഫിറ്റ് ഉണ്ട്, പ്ലസ് ഈ പ്രീമിയത്തിന് റെഡീം ചെയ്തത് കൊണ്ട് കമ്പനിക്ക് ഇത് ക്യാൻസൽ ചെയ്യാനുള്ള, അതായത് ആ പ്രീമിയത്തിന് റെഡീം ചെയ്യുക എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു അഗ്രിമെന്റ് ക്യാൻസൽ ചെയ്യാനുള്ള ഒരു എമൗണ്ടും കൂടി ഇവിടെ എന്ത് വരും. ദാറ്റ് മീൻസ് ഇവിടെ പ്രീമിയം എമൗണ്ടും പ്ലസ് ഡിസ്കൗണ്ടും. ഓക്കെ, ഇത് രണ്ടും കമ്പനിയെ സംബന്ധിച്ചിടത്തോളം ബെനിഫിറ്റ് ആണ്. ക്ലിയർ ആണല്ലോ? എന്ന് പറഞ്ഞാൽ പ്രീമിയത്തിനായിരുന്നു റെഡീം ചെയ്യേണ്ടിയിരുന്നത്, അത് ഡിസ്കൗണ്ടിനാണ് നമ്മൾ പർച്ചേസ് ചെയ്തത്. അപ്പൊ നമുക്ക് ബെനിഫിറ്റ് ഉണ്ട്. അപ്പൊ ഡിസ്കൗണ്ടിന് നമ്മൾ പർച്ചേസ് ചെയ്തുകൊണ്ട് ഡിസ്കൗണ്ടിന്റെ സെപ്പറേറ്റ്, അപ്പൊ ഈ പ്രീമിയം എമൗണ്ട് കൊടുക്കണ്ട. ഇത് പ്രീമിയത്തിന് റെഡീം ചെയ്യാൻ നേരത്തെ പറഞ്ഞതാണെങ്കിൽ പോലും ഡിസ്കൗണ്ടിന് പർച്ചേസ് ചെയ്തുകൊണ്ട് ഈ പ്രീമിയം എമൗണ്ട് എന്ത് ചെയ്യണ്ട, കൊടുക്കണ്ട. ഇപ്പൊ 10%, 20%, 15%, 5% അങ്ങനെ ആയിരിക്കാം. അപ്പൊ ആ പ്രീമിയം എമൗണ്ട് നമ്മൾ സേവ് ചെയ്തു. അപ്പൊ ആ പ്രീമിയത്തിന് ഇവിടെ ക്രെഡിറ്റ് ചെയ്തു. പ്ലസ് ഈ ഡിസ്കൗണ്ട്, അതായത് ഇപ്പോൾ 95 റുപ്പീസിനോ 80 റുപ്പീസിനോ 90 റുപ്പീസിനോ നമ്മളത് 100 രൂപയിൽ നിന്നും കുറച്ച് വാങ്ങിക്കുന്നു. അപ്പോൾ ആ കുറച്ച് വാങ്ങിക്കുമ്പോൾ ആ ഡിഫറൻസ് എമൗണ്ടും കൂടി എന്ത് ചെയ്യുന്നു, ഇവിടെ ആഡ് ചെയ്യുന്നു. ഓക്കെ, അതാണ് ഇവിടെ പ്രോഫിറ്റ് ഓൺ പർച്ചേസ് ഓഫ് ഡിബഞ്ചേഴ്സ്. അപ്പോൾ ഇങ്ങനെയാണ് ഇതിൻ്റെ ജേണൽ എൻട്രീസ് വരുന്നത്. ക്ലിയർ ആണല്ലോ? ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റ് കേസ് നോക്കാം. നെക്സ്റ്റ് കേസ് എന്താണ്? ദാറ്റ് മീൻസ് റെഡീമബിൾ അറ്റ് പ്രീമിയം. ഇത് നേരത്തെ പ്ലാൻ ചെയ്തതാണ്. ഇഷ്യൂ ചെയ്ത സമയം റെഡീം ചെയ്യുന്നത് പ്രീമിയത്തിലാണെന്ന് പറയുന്നു. പക്ഷെ നമ്മൾ പർച്ചേസ് ചെയ്യുന്നത് അറ്റ് നോമിനൽ വാല്യൂ. അതായത് പാർ വാല്യൂവിൽ പർച്ചേസ് ചെയ്യുന്നു, ഓപ്പൺ മാർക്കറ്റിൽ പർച്ചേസ് ചെയ്യുന്നു, പക്ഷെ പ്രീമിയത്തിന് റെഡീം ചെയ്യുന്നു എന്നാണ് പറഞ്ഞിരുന്നത് ആ സാധനം. അതായത് ഇപ്പോൾ ഒരു 110 രൂപക്ക് 100 രൂപ എന്നുള്ളത് 110 രൂപക്ക് റെഡീം ചെയ്യാം എന്നാണ് അഗ്രിമെന്റ്. ആ സാധനം നമ്മൾ 100 രൂപക്കാണ് ഓപ്പൺ മാർക്കറ്റിൽ പർച്ചേസ് ചെയ്യുന്നത്. ക്ലിയർ? അപ്പോൾ ഈ എക്സസ് ആയിട്ടുള്ള 10 റുപ്പീസ് കമ്പനി എന്ത് ചെയ്യണ്ട, ഓപ്പൺ മാർക്കറ്റിൽ പർച്ചേസ് ചെയ്യുമ്പോൾ കൊടുക്കണ്ട, അത് കമ്പനിക്ക് സേവ് ചെയ്യാം. അപ്പോൾ എന്താണ് ജേണൽ എൻട്രീസ് വരിക? ക്ലിയർ? അതായത് അഗ്രിമെന്റ് പ്രകാരം പ്രീമിയത്തിന് റെഡീം ചെയ്യുന്നു, ബട്ട് ഓപ്പൺ മാർക്കറ്റിന് പർച്ചേസ് ചെയ്യുന്നത് നോമിനൽ വാല്യൂയിലാണ് അല്ലെങ്കിൽ അതിന്റെ പാർ വാല്യൂയിലാണ്. then what is the journal entry? Basic journal entry എന്താണ്ടാവുക? ഡിബഞ്ചർ അക്കൗണ്ട് ഡെറ്റർ ടു ബാങ്ക് അക്കൗണ്ട്. ഇത് ഇതിന്റെ ബേസിക് എൻട്രിയാണ്. ഇനിയാണ് നമ്മൾ ചെക്ക് ചെയ്യേണ്ടത്, ഇവിടെ പ്രീമിയത്തിനാണ്. അപ്പൊ ആ പ്രീമിയം നമ്മൾ സേവ് ചെയ്യുന്നു. അപ്പൊ എന്താ ജേണൽ എൻട്രി ഉണ്ടാവുക? പ്രീമിയം ഓൺ റിഡംഷൻ അക്കൗണ്ട്
ഡെറ്റർ ഡെബിറ്റ് ചെയ്തു. ദെൻ ടു പ്രോഫിറ്റ് ഓൺ പർച്ചേസ് ഓഫ് ഡിബഞ്ചർ. ഓക്കെ, അപ്പൊ ഡിബഞ്ചർ അക്കൗണ്ടിൽ 100 rupees അതിന്റെ നോമിനൽ വാല്യൂ. ദെൻ പ്രീമിയം ഓൺ റിഡംഷൻ ഓഫ് ഡിബഞ്ചേഴ്സ് ഈ 10 രൂപ ആണല്ലോ. ഈ 100 രൂപ അതിന്റെ നോമിനൽ വാല്യൂ ആണ് എല്ലായ്പ്പോഴും ട്രീറ്റ് ചെയ്യുക. ദെൻ പ്രീമിയം ഓൺ റിഡംഷൻ, അതായത് 110 രൂപക്ക് വാങ്ങുന്നു എന്ന് പറഞ്ഞാൽ 10 രൂപ പ്രീമിയം കൊടുക്കണമായിരുന്നു. അപ്പൊ ആ 10 രൂപ നമ്മൾ സേവ് ചെയ്തു. 100 രൂപ കൊടുത്താൽ മതി. ടു ബാങ്കിലേക്ക് എത്ര രൂപയെ പോകുന്നുള്ളൂ? 100 രൂപയെ കൊടുക്കുന്നുള്ളൂ. ദെൻ പ്രോഫിറ്റ് ഓൺ പർച്ചേസ് ഓഫ് ഡിബഞ്ചർ 10 rupees. അപ്പൊ ആ 10 രൂപ നമ്മൾ സേവ് ചെയ്തു. അത് കൊടുക്കേണ്ട ആവശ്യമില്ല, 100 രൂപക്കാണല്ലോ നമ്മൾ വാങ്ങിയത്. അപ്പൊ നമ്മൾ ഡിബഞ്ചർ ഹോൾഡേഴ്സിന് കൊടുക്കുന്നത് ഓൺലി 100 rupees. അപ്പോൾ ആ 10 രൂപ പറഞ്ഞിരുന്ന അഗ്രിമെന്റ് പ്രകാരമുള്ള 10 rupees നമുക്ക് എന്ത് ചെയ്യാണ്? പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യും. അപ്പൊ ഇങ്ങനെ ഓരോ കേസിലും പ്രോഫിറ്റ്, അതായത് ഡിസ്കൗണ്ടിന് വാങ്ങിക്കുന്ന സമയം, പാറിന് വാങ്ങിക്കുന്ന സമയം കമ്പനിക്ക് ഓൾറെഡി എന്ത് ചെയ്യുന്നുണ്ടോ? പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യും. ഈ പ്രോഫിറ്റ് എവിടേക്കാണ് ട്രാൻസ്ഫർ ചെയ്യുക എന്നുള്ളതാണ്. അപ്പൊ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് നിന്നാണ് ഫണ്ട് എടുത്തതെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു, അത് എവിടേക്കാണ് ട്രാൻസ്ഫർ ചെയ്യേണ്ടത്? ക്യാപിറ്റൽ റിസർവിലേക്കാണ് ട്രാൻസ്ഫർ ചെയ്യുക. അപ്പൊ എന്തായിരിക്കും അതിന്റെ ജനറേറ്റ് ഉണ്ടാവുക? പ്രോഫിറ്റ് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ അതെന്ത് ചെയ്യണം? ആ എമൗണ്ട് ക്യാപിറ്റൽ റിസർവിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണം. സോ പ്രോഫിറ്റ് ഓൺ പർച്ചേസ് ഓഫ് ഡിബഞ്ചർ അക്കൗണ്ട് ഡെറ്റർ ടു ക്യാപിറ്റൽ റിസർവ് അക്കൗണ്ട്. ഇത് സിങ്കിങ് ഫണ്ട് എന്നാണ്. ഫണ്ട് യൂട്ടിലൈസ് ചെയ്തുകൊണ്ട് നമ്മൾ ഓപ്പൺ മാർക്കറ്റിൽ നിന്ന് പർച്ചേസ് ചെയ്തെങ്കിൽ എന്താ എൻട്രി ഉണ്ടാവുക? That means profit on purchase of debenture account debtor to sinking fund account. Clear? Then ഇങ്ങനെ പർച്ചേസ് നടത്തുന്ന സമയം, അതായത് ഇപ്പോൾ പ്രീമിയത്തിന് റെഡീം ചെയ്യാൻ പറഞ്ഞു, പ്രീമിയത്തിന് പർച്ചേസ് ചെയ്യുകയും ചെയ്താൽ കമ്പനിക്ക് എന്തുണ്ടാവും? ലോസ് ഉണ്ടാവും. ഓക്കെ, അപ്പോൾ പ്രീമിയത്തിന് റെഡീം ചെയ്യാൻ അഗ്രിമെന്റ് ഉണ്ടാക്കി, അത് പ്രീമിയത്തിന് തന്നെ ഓപ്പൺ മാർക്കറ്റിൽ നമ്മൾ പർച്ചേസ് ചെയ്യുന്നു എന്ന് അസ്യൂം ചെയ്യാം. അങ്ങനെ ആകുമ്പോൾ എന്തുണ്ടാവും? ലോസ് ഓൺ പർച്ചേസ് ഓഫ് ഡിബഞ്ചേഴ്സ് ഉണ്ടാവും. ഈ ലോസിനെ എങ്ങനെയാണ് ഓവർകം ചെയ്യുക? ഇപ്പൊ കമ്പനിക്ക് ലോസ് ഉണ്ടായാൽ അത് എങ്ങനെ ഓവർകം ചെയ്യും? അത് ക്യാപിറ്റൽ ലോസ് ആണല്ലോ. അപ്പൊ ആ ക്യാപിറ്റൽ ലോസിനെ ഓവർകം ചെയ്യാനുള്ള ഓപ്ഷൻസ് ആണ് ഏതൊക്കെ? ഒന്ന് ക്യാപിറ്റൽ റിസർവ്, രണ്ടാമത്തത് പ്രോഫിറ്റ് ഓർ ലോസ് അക്കൗണ്ട്, മൂന്നാമത്തത് സെക്യൂരിറ്റി പ്രീമിയം അക്കൗണ്ട്. ഈ 3 ഓപ്ഷൻസ് യൂട്ടിലൈസ് ചെയ്തുകൊണ്ട് ലോസ് ഓൺ പർച്ചേസ് ഓഫ് ഡിബഞ്ചേഴ്സ് നമുക്ക് എന്ത് ചെയ്യാം? ക്യാൻസൽ ചെയ്യാം. അപ്പോൾ ക്യാപിറ്റൽ റിസർവ്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് അവൈലബിൾ ആണെങ്കിൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് യൂട്ടിലൈസ് ചെയ്യാം. സെക്യൂരിറ്റി പ്രീമിയം എക്സിസ്റ്റിംഗ് ആണെങ്കിൽ അത് യൂട്ടിലൈസ് ചെയ്യാം. ദെൻ ക്യാപിറ്റൽ റിസർവ് അവൈലബിൾ ആണെങ്കിൽ ക്യാപിറ്റൽ റിസർവ് യൂസ് ചെയ്യാം. എല്ലാം യൂസ് ചെയ്യണം എന്നല്ല പറയുന്നത്. ആ ലോസിനെ ഓവർകം ചെയ്യാനുള്ള എമൗണ്ട് ഈ പറയുന്ന ഏതിലാണോ അവൈലബിൾ ആയിട്ടുള്ളത് ആ ഫണ്ട് യൂട്ടിലൈസ് ചെയ്തുകൊണ്ട് ലോസ് ഓൺ പർച്ചേസ് ഓഫ് ഡിബഞ്ചേഴ്സിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ക്യാൻസൽ ചെയ്യാം, അല്ലെങ്കിൽ അതിനെ റൈറ്റ് ഓഫ് ചെയ്യാൻ വേണ്ടി സാധിക്കും ഈ ഒരു സോഴ്സ് ഉപയോഗിച്ചുകൊണ്ട്. അപ്പോൾ അങ്ങനത്തെ കേസസ് ഉണ്ടാവാമല്ലോ. അതായത് പ്രീമിയത്തിന് മോർ ദാൻ നോമിനൽ വാല്യൂവിൽ ഓപ്പൺ മാർക്കറ്റിൽ വാങ്ങുക എന്ന് പറഞ്ഞാൽ കമ്പനിക്ക് ലോസ് ഉണ്ടാവും. അപ്പൊ ആ ലോസിനെ ഓവർകം ചെയ്യാൻ ക്യാപിറ്റൽ റിസർവ് യൂട്ടിലൈസ് ചെയ്യാം. ക്യാപിറ്റൽ റിസർവ് എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്? പ്രോഫിറ്റിന് പർച്ചേസ് ചെയ്തുകൊണ്ടാണ് ക്യാപിറ്റൽ റിസർവ് ഉണ്ടായത്. അപ്പൊ ആ പ്രോഫിറ്റിനെ ഉപയോഗിച്ചുകൊണ്ട് തന്നെ അടുത്ത പർച്ചേസിൽ ഉണ്ടാകുന്ന ലോസിനെ നമ്മൾ ഓവർകം ചെയ്തു പോകുന്നു. ഇനി അപ്പൊ ക്യാപിറ്റൽ റിസർവ് സഫീഷ്യന്റ് അല്ല, അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് യൂട്ടിലൈസ് ചെയ്യാം. അതും അല്ലെങ്കിൽ സെക്യൂരിറ്റി പ്രീമിയം അക്കൗണ്ടിനെ ക്രിയേറ്റ് ചെയ്യാം. എങ്ങനെയാ സെക്യൂരിറ്റി പ്രീമിയം അക്കൗണ്ട് ഉണ്ടാവുക? പ്രീമിയത്തിന് ഇഷ്യൂ ചെയ്തുകൊണ്ടാണ്. കമ്പനീന്റെ ഷെയറും ഡിബഞ്ചറും ഒക്കെ പ്രീമിയത്തിന് ഇഷ്യൂ ചെയ്യുമ്പോഴാണല്ലോ സെക്യൂരിറ്റി പ്രീമിയം അക്കൗണ്ട് ഉണ്ടാവുക. അപ്പോൾ ആ സെക്യൂരിറ്റി പ്രീമിയം അക്കൗണ്ട് ഉപയോഗിച്ചുകൊണ്ട് ലോസ് ഓൺ പർച്ചേസ് ഓഫ് ഡിബഞ്ചേഴ്സിനെ ക്യാൻസൽ ചെയ്ത് വിടാം. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം ഇതിൽ ഏതെല്ലാം ജേണൽ എൻട്രീസ് ആണ് നമ്മൾ റൈറ്റ് ചെയ്യേണ്ടി വരിക എന്നുള്ളത്. വളരെ സിമ്പിളായിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കി എടുത്താൽ മതി, ആർക്കും മാർക്ക് സ്കോർ ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പോൾ ജേണൽ എൻട്രീസ്, ഏതൊക്കെ ജേണൽ എൻട്രി ആണ് എഴുതുന്നത്, എന്തിനാണ് ഈ ജേണൽ എൻട്രീസ് എഴുതുന്നത് എന്നുള്ളത് മനസ്സിലാക്കി വെക്കുക. ഫസ്റ്റ് ജേണൽ എൻട്രി എഴുതുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? DRR ക്രിയേറ്റ് ചെയ്യാൻ. നമുക്കറിയാം
നോമിനൽ വാല്യൂവിന്റെ 25% ആണ് DRR ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ജേർണൽ എൻട്രി നമുക്ക് അറിയാലോ. ദെൻ സെക്കൻഡ് ജേർണൽ എൻട്രി. എന്തിനാ സെക്കൻഡ് ജേർണൽ എൻട്രി ചെയ്യുന്നത്? DR ഇൻവെസ്റ്റ്മെന്റ് എത്ര പെർസെന്റേജാ? നമുക്കറിയാം 15% ആണ്. ഏതിന്റെ 15% ആണ്? ഓപ്പൺ മാർക്കറ്റിൽ നിന്നും പർച്ചേസ് ചെയ്യുന്നതിന്റെ നോമിനൽ വാല്യൂ. പർച്ചേസ് ചെയ്യുന്ന ഡിബഞ്ചറിന്റെ നോമിനൽ വാല്യൂവിന്റെ 15% ആണ് DR ഇൻവെസ്റ്റ്മെന്റ് ക്രിയേറ്റ് ചെയ്യുന്നത്. മൂന്നാമത്തെ ജേർണൽ എൻട്രി എന്ത് ചെയ്യുന്നു? പർച്ചേസ് ഓഫ് ഡിബഞ്ചർ പർച്ചേസ് ചെയ്യുന്നു. അത് പാർ വാല്യൂവിലാവാം, ഡിസ്കൗണ്ടിലാവാം, പ്രീമിയത്തിലാവാം. അതിനനുസരിച്ച് കൊണ്ട് ഇതിന്റെ എൻട്രീസിലൊക്കെ മാറ്റങ്ങൾ വരും. ചെയ്യേണ്ടത് ജേർണൽ എൻട്രി പർച്ചേസ് ചെയ്യുന്നു. അതായത് ഇമ്മീഡിയറ്റ് ക്യാൻസലേഷന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇത് പർച്ചേസ് ചെയ്യുന്നത്. അപ്പോൾ ക്യാൻസലേഷന് വേണ്ടിയിട്ടുള്ള ജേർണൽ എൻട്രി ആണ് നമ്മൾ റൈറ്റ് ചെയ്യുന്നത്. ഫോർത്ത് ജേർണൽ എൻട്രി എന്തിനു വേണ്ടി വരുന്നു? ഇത് ക്യാൻസൽ ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ ഇമ്മീഡിയറ്റ് ക്യാൻസലേഷന് വേണ്ടി ഇത് പർച്ചേസ് ചെയ്തിട്ടുള്ളത് ഏതെങ്കിലും തരത്തിൽ പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്തെങ്കിൽ ആ പ്രോഫിറ്റിനെ റിസർവിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നു. ദാറ്റ് മീൻസ് ക്യാപിറ്റൽ റിസർവിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നു. അപ്പൊ ക്യാപിറ്റൽ റിസർവ് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ജേർണൽ എൻട്രി ചെയ്യുന്നത്. അപ്പൊ ഇങ്ങനെ 4 ജേർണൽ എൻട്രി മാത്രമേ ഈ ഓപ്പൺ മാർക്കറ്റിൽ നിന്ന് ഇമ്മീഡിയറ്റ് ക്യാൻസലേഷന് വേണ്ടി നമ്മൾ ഐറ്റം ഡിബഞ്ചർ പർച്ചേസ് ചെയ്യുമ്പോൾ ജേർണൽ എൻട്രി റൈറ്റ് ചെയ്യുന്നത്. ഇത് രണ്ടും നമ്മൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞിട്ടുള്ളതാണ്. പക്ഷെ ഇവിടെ ശ്രദ്ധിക്കേണ്ടത് പർച്ചേസ് ചെയ്യുന്ന ഡിബഞ്ചറിന്റെ ഓപ്പൺ മാർക്കറ്റിൽ ഇഷ്യൂ ചെയ്ത അത്രയും ഡിബഞ്ചർ പർച്ചേസ് ചെയ്തോളണമെന്നില്ലല്ലോ. അപ്പൊ അതിന്റെ ക്വാണ്ടിറ്റിയിൽ വ്യത്യാസം ഉണ്ടാവും, പ്രൈസിൽ വ്യത്യാസങ്ങൾ ഉണ്ടാവും. അപ്പൊ ആ പ്രൈസും അതിന്റെ ക്വാണ്ടിറ്റിയും ബേസ് ചെയ്തുകൊണ്ടാണ് എന്ത് ചെയ്യേണ്ടത്? ഇൻവെസ്റ്റ്മെന്റ് 15% തന്നെ, അതിന്റെ റേറ്റിൽ മാറ്റമൊന്നുമില്ല, 15% ക്രിയേറ്റ് ചെയ്യണം. ദെൻ ഇത് പർച്ചേസ് ചെയ്യുന്നു, അതായത് ക്യാൻസലേഷന് വേണ്ടിയിട്ടുള്ള ജേർണൽ എൻട്രി എഴുതുന്നു. ദെൻ റിസർവ് പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്തെങ്കിൽ മാത്രമേ ഈ ഒരു എൻട്രി വരുള്ളൂ. ഇപ്പൊ ഡിസ്കൗണ്ടിന് വാങ്ങിച്ചാൽ, അതായത് ലെസ് ദാൻ നോമിനൽ വാല്യൂവിലാണ് വാങ്ങുന്നതെങ്കിൽ പ്രോഫിറ്റ് ഉണ്ടാവും. ഓക്കെ, അതായത് പാർ വാല്യൂ പ്രീമിയത്തിന് റെഡീം ചെയ്യാന്ന് പറഞ്ഞിട്ട് അത് പാറിന് പർച്ചേസ് ചെയ്താൽ പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യും. ദെൻ അതേസമയം പ്രീമിയത്തിന് റെഡീം ചെയ്യാന്ന് പറഞ്ഞ് ഡിസ്കൗണ്ടിന് വാങ്ങിയാലും കമ്പനിക്ക് പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യും. അപ്പോൾ ഇവിടെ 2 തരത്തിലുള്ള പ്രോഫിറ്റ് ഉണ്ടാവും. അപ്പോൾ ആ ഫുള്ള് പ്രോഫിറ്റിൽ എത്രയാണോ കിട്ടിയിട്ടുള്ളത് അത് ക്യാപിറ്റൽ റിസർവിലേക്ക് നമ്മൾ ട്രാൻസ്ഫർ ചെയ്യും. ഇനി ക്വസ്റ്റ്യനകത്തുനിന്ന് നമ്മോട് പറയാണ് ഇത്തരത്തിലുള്ള പ്രോഫിറ്റ് നമ്മൾ, അതായത് ഇത് ക്യാൻസൽ ചെയ്യാനുള്ള ഫണ്ട് യൂട്ടിലൈസ് ചെയ്തത് സിങ്കിങ് ഫണ്ട് എന്നാണ് എന്ന് ക്വസ്റ്റ്യൻ എവിടെയെങ്കിലും പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ ക്യാപിറ്റൽ റിസർവിന് പകരം ആ പ്രോഫിറ്റ് എന്ത് ചെയ്യണം? സിങ്കിങ് ഫണ്ട് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കണം. ഓക്കെ, ക്ലിയർ ആണെന്ന് കരുതുന്നു. താങ്ക് യു.